ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമീസ് ടേസ്റ്റി കിച്ചൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനിന്നൊരു ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളെ മിക്കവരും നേന്ത്രപ്പഴം മേടിക്കാറുണ്ട്, എന്നാൽ അത് 2 ദിവസത്തിൽ കൂടുതൽ ഇരിക്കില്ല, പെട്ടെന്ന് അത് കറുത്തു പോകും അല്ലേ. പിന്നെ കൂടുതൽ കറക്കുകയാണെങ്കിൽ ആരും കഴിക്കില്ല, പ്രത്യേകിച്ച് കുട്ടികൾ. അപ്പോൾ അതിനുള്ളൊരു ടിപ്പാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഇത് അലൂമിനിയം ഫോയിലാണ്. ഇത് നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും, അത്ര വിലയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതേ ഇതുപോലെ നമുക്ക് ആദ്യം ഇതൊന്ന് കവർ ചെയ്തെടുക്കണം. ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഏത്തക്കായ എടുത്തിട്ട് നമുക്കിത് ഈ അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് ഇതേ ഫുള്ളായിട്ടൊന്ന് ഇതുപോലൊന്ന് ചുറ്റി നന്നായിട്ടൊന്ന് കവർ ചെയ്ത് വെക്കുക. അപ്പോൾ ശരിക്കും നമ്മൾ 1 കിലോ ഒക്കെ മേടിച്ച് വെക്കുന്ന സമയത്ത് ചിലപ്പോൾ ചില വീടുകളിൽ ഒരുപാട് ആളുണ്ടെങ്കിൽ പെട്ടെന്ന് തീരും, പക്ഷേ ആൾ കുറവുള്ള വീടുകളിൽ ഇത് പെട്ടെന്ന് ചീത്തയാവും. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ മേടിച്ച് വെക്കുന്ന സമയത്ത് ഇതുപോലെ അങ്ങ് ഫോൾഡ് ചെയ്ത് വെച്ചിരുന്നാൽ മതി. ഒരാഴ്ച ഇതുപോലെ തന്നെ ഈ കളറിൽ തന്നെ ഇതുപോലെ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായോ? ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താഴെ കാണുന്ന ആ ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് ലൈക്ക് ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ ആരും മറക്കരുത്. പിന്നെ ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലേ, വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. താഴെ കാണുന്ന ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ ഈ ഫാമിലിയിൽ ഒരു അംഗമാവുക. അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഉടനെ തന്നെ കൂടെ ഒരു ബെൽ ഐക്കൺ കൂടി വരും, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് മിസ് ചെയ്യാതെ കാണാൻ പറ്റും, നിങ്ങൾക്കതൊരു നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഇതുപോലുള്ള ടിപ്സൊക്കെ ഇനിയും ഞാൻ ഇടാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.